ഞങ്ങൾ കുറേ ഇവിടെ വർണ്ണിച്ച് വെച്ചിട്ടുണ്ട് 52 മുദ്രകൾ കാണിക്കുമെന്നോ. എന്താ ആരെയാ നോക്കുന്നത്? അവിടെ ആരെയാ ഇഷ്ടപ്പെട്ടെ? അവിടെ ആരെ മുദ്ര കാണിച്ചേ? ദേ അവിടെ ടാറ്റ ആയിരുന്നു. ടാറ്റയ്ക്ക് ഒരു മുദ്ര കൊടുത്തേ. ടാറ്റ ഒരു മുദ്ര കാണിച്ച്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്? ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് 2024. പിന്നെ ഇപ്പം URF റെക്കോർഡല്ല, അത് റെക്കോർഡിലേക്ക് പരിഗണിക്കാൻ 5 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവർ വണ്ടർ കിഡ് എന്നുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2.5 വയസ്സിൽ 2 വയസ്സ് 4 മാസത്തിൽ ഇവള് മുദ്രകളെല്ലാം തന്നെ കാണിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ 2.5 വയസ്സിൽ അവർക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര്. ഇപ്പം 3 വയസ്സുണ്ട് കേട്ടോ, 2.5 അല്ല കേട്ടോ, 3 വയസ്സായി. 3 വയസ്സേ ഉള്ളൂ. 300 അവാർഡ് കരസ്ഥമാക്കിയിട്ട് അവിടെ ഇരിപ്പ് നോക്കിയല്ലേ? അതെ, എന്തേലും അറിഞ്ഞ ഭാവം ഉണ്ടോ മുഖത്ത്? അതെ. അപ്പം നമുക്ക് മുദ്രകളൊന്ന് കണ്ടാലോ? അപ്പൊ ഇനി ഓരോന്നായിട്ട് മുദ്രകൾ പറയാണ്. പതാക, തിട്ടപതാക, അട്ടപതാക, കത്തരിമുഖം, മയൂരം, അത്തചന്ദൻ, അരാളം, ശുഗകുന്ദം, മുഷ്ടി, ശിഖരം, കപിത്തം, കലാമുഖം, ശൂചി, ചന്ദ്രകല, പപ്പഘോഷം, ശപ്പശിരസ്, മീകശീശം, ശീകമുഖം, താങ്കൂളം, അലബത്തം, ചദൂരം, ബെമാരം, ആശാശം, അശ്വശം, തന്തംശം, മുകുളം, താമചുതം, ത്രിശൂലം, അഞ്ജലി, കബോധം, കക്കദം, ശുത്തികം, ദോളം, പുഷ്പപുതം, ഉഷംഗം, ശ്ലിവിംഗം, ദോളം, പുഷ്പപുതം, ഉഷംഗം, ശ്ലിവിംഗം, കലാവത്തന, കത്തരി, ശുത്തിക, കലാവത്തന, കത്തരി, ശുത്തിക, ശകദം, ശംഖ, ചക്രം, ശംഭുദം, പാശം, കീലകം, മലേശം, കൂമം, ബലാകം, ഗരുഡം, നാഗബന്ധം, കത്തുവ, ബേരുന്തം, അവശേഷദേവത. അടിപൊളി. വീട്ടില് ആരെങ്കിലും നൃത്തമായിട്ട് ബന്ധപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ നൃത്താധ്യാപികയാണ്. ഞാൻ പാഷൻ വൈസ് ഒരു ക്ലാസിക്കൽ ഡാൻസറും അല്ലാതെ പ്രൊഫഷൻ വൈസ് ഹോം സയൻസ് ടീച്ചറുമാണ്. ഞാൻ വീട്ടിൽ തന്നെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്റെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരുന്ന് തനിയെ കണ്ടു പഠിച്ചതുമാണ്, ഞാൻ പഠിപ്പിച്ചതും അല്ല. അവള് കുഞ്ഞിലെ മുതൽ നടക്കാൻ പ്രായമായപ്പോ തൊട്ട് എന്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കും. മൂത്ത ഒരാളൂടെ ഉണ്ട്. മൂത്തയാളും ഇവളും കൂടിയും വീട്ടിൽ വന്നിരുന്ന് മുദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ പറയാം. അവള് മൂത്തവള് പഠിക്കുന്ന കണ്ടിട്ട് കണ്ണടയുടെ മുന്നിൽ പോയി തനിയെ പറയുന്ന കണ്ടപ്പോഴാണ് ഞങ്ങളുടെ പോലും ശ്രദ്ധയിൽപ്പെടുന്നത്. അവള് മുഴുവൻ പറയുന്നുണ്ട്. അതും 2 വയസ്സ് 4 മാസം പ്രായത്തിൽ ഇത്രയും മുദ്രകൾ പറയുകയും കാണിക്കുകയും ചെയ്യും. അമ്മ ഇപ്പൊ പറയുമ്പോഴും തെറ്റിപ്പോകും. മൂത്തവളും വന്നിട്ടുണ്ട്. അവളെ നമുക്ക് വിളിച്ചാലോ? ദക്ഷ. അപ്പൊ മൂത്ത മോള് ദക്ഷയ്ക്ക് ഒരു നല്ല കാര്യം നമുക്ക് മോളെ സ്വാഗതം ചെയ്യാം. ദക്ഷ വാ. നമസ്കാരം. പേര്? മുകേഷ്. ഓക്കെ, നമ്മുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് പ്രസീത. ഓക്കെ, പ്രസീത ആൻഡ് മുകേഷ്. ദശ, ഇവിടെ 52 മുദ്രകളൊക്കെ മോള് കാണിച്ചു കണ്ടോ അവിടെ ഇരുന്നിട്ട്? അപ്പൊ മോക്കെന്താ കഴിവ്? വേറെ പാട്ടാണോ? പാട്ടും ഡാൻസും ഉണ്ട്. ആണല്ലേ? രണ്ടുപേരും പാട്ടും പാടും ഡാൻസും ചെയ്യും. ആണോ? ആണ്. അപ്പൊ ഇന്ന് നമുക്ക് പാട്ട് കേട്ടാലോ? നമുക്ക് പാടിക്കും. ധ്വനിയുടെ പാട്ട് കേട്ടാലോ നമുക്ക് ആദ്യം? 2 പേരെ കൊണ്ട് പാടിച്ചിട്ട് നമ്മൾ വിടുകയുള്ളൂ. ഓക്കെ, ധ്വനി മോളെ ഒരു പാട്ടങ്ങ് പാടിയാലോ? അവള് പൊളി. അക്ഷരപ്പൂവിൽ തെന്നുകരിന്നു സുന്ദരി പെണ്ണാരെ, മഴവില്യന്റെ വണ്ണങ്ങൾ, നഗുരാഗത്തിൻ ചായങ്ങൾ, അഴകേരു നിന്നെ കണ്ണും വെച്ച പൊന്നേ പൊന്നാരെ. അതും മുദ്രയോട് കൂടിയാണ് അങ്ങനെ പാടുന്നല്ലേ? മുദ്രയാണ്. അപ്പൊ എല്ലാ പാട്ടും ഇങ്ങനെയാണ്. എല്ലാം വെച്ചിട്ട് ഇപ്പൊ ഏത് പാട്ട് കേട്ടാലും ഇതുപോലെ കൊറിയോഗ്രാഫി തന്നെ ആണോ? ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 3 വയസ്സ്. ഈ 52 മുദ്രയുടെ പേര് പഠിക്കാൻ തന്നെ നമുക്കൊരു 10 വർഷമെങ്കിലും വേണം. അതെ, എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല ഈ പേരുകള്. അത് എല്ലാ ഡാൻസ് പഠിപ്പിക്കുന്ന ആളുകളെ മക്കള് എല്ലാം ചെയ്യണമെന്നില്ല. അതെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ പ്രായത്തിൽ അത്ഭുതമായിട്ട് തോന്നി തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും നമുക്ക് കുഞ്ഞിന് എന്ത് രീതിയിൽ നമുക്കൊരു ഇത് എന്ന് വെച്ചാൽ ഈ പ്രായത്തിലല്ലേ കിട്ടുള്ളൂ. തന്നെയല്ല, അവൾ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഓരോ അവാർഡ് കിട്ടുമ്പോഴൊക്കെ പ്രസന്റ് ചെയ്യണ്ടേ? അതെ. ഒരു മടിയും കൂടാതെ പ്രസന്റ് ചെയ്ത്
അതായത് ഈ സമ്മാന റെക്കോർഡ്സ് ഒക്കെ നേടുമ്പോൾ നമുക്ക് ഈ കൈയടി പോരാ കേട്ടോ, കൊടുത്തുകൊണ്ടിരിക്കണം കൈയടി. അതായത് ഗംഭീരമായിട്ടാണ് നമ്മൾ സ്റ്റേജ് അച്ഛന് എന്താ താങ്ക് യു. ഞാൻ OLX-ലാണ് മാർക്കറ്റിംഗിലല്ലേ? ഓക്കെ. കോട്ടയം തന്നെയാണോ വീട്? കോട്ടയം തന്നെയാണ്. കോട്ടയം തന്നെയാണ്. ഓക്കെ, OLX-ലൊക്കെയാണ്. അപ്പൊ ഇനി മുദ്രകളൊക്കെ മറിച്ച് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ ഫ്ലോറിൽ വന്നു, നമ്മൾ മുദ്രകൾ കണ്ടു, അമ്മോടെ പാട്ട് കേട്ടു. നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴേ അവള് കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഈ ഐറ്റം വരൽ എന്താണ് സ്പെഷ്യൽ നമുക്ക് വേണ്ടി രണ്ടുപേരോട് ഒരു ചെറിയ ഡാൻസിന്റെ പെർഫോമൻസുമായിട്ടാണ് വന്നേക്കുന്നത്. അടിപൊളി, രണ്ടുപേരും ചെറിയ പാട്ട് ഏനന്തോടി അമ്പളിച്ചന്തെന്നുള്ളതിന് രണ്ടുപേരോട് ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും. പക്ഷെ ഞങ്ങൾക്കൊരു ആസ്ഥാന ഡാൻസർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. വേണം ഞങ്ങൾ പുള്ളിയെ കൂടെ ഒന്ന് ബിജുകൂട്ടാ നമുക്കിത് കാണാം. കാണാം. ബിജുകൂട്ടാ ഒന്ന് ജോയിൻ ചെയ്യണം. അവരെ തെറ്റിപ്പിക്കാനാ, ഞാനില്ല. ശരി, പാട്ട് കളിക്കണേ. ഓക്കെ, ശരി. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞത് ഇല്ലേ പുന്നാര പൂങ്കുയിലേ. കാവളം കിളിക്കാതിൽ ചൊല്ലാണ് കണ്ണിലിത്തിരി കൺമഷി വേണ്ടെന്ന് കുമ്പിളിൽ പൂമണവുമായെത്താണ് കാറ്റ് മൂളണ് കരിവള വേണ്ടെന്ന് എന്തിനാവോ ഏതിനാവോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ. അടിപൊളി ധ്വനി, അടിപൊളി. അടിപൊളി. ഈ നാണിച്ചിങ്ങനെ നിൽക്കാതെ പെണ്ണ് കാണാൻ വന്നതല്ലല്ലോ നമ്മൾ. ഡാൻസിന്റെ കാര്യമാണ് കൂടുതലായിട്ടും വൈഫിനെ അറിയത്തുള്ളൂ. അപ്പൊ തന്നെ അല്ല കറക്റ്റ്. എന്തിനാ അല്ല, ഈ ഒരു ചെറിയ പ്രായത്തില് മക്കൾക്ക് ഈ ടാലന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ക്രെഡിറ്റ് മൊത്തം വൈഫിന് തന്നെയാണ്. കാര്യം അവിടെ ഒരു കലാപരമായിട്ടുള്ള ടാലന്റ് ഫുള്ളും എന്നെക്കാളും കൂടുതൽ വൈഫിനാണുള്ളത്. അപ്പം അവള് കാണിക്കുന്നത് കണ്ട് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്ന അവളാണ്. അല്ല, എന്താന്ന് പറയാ, ഈ 2.5 വയസ്സിൽ ഈ 52 മുദ്ര പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാരിച്ച ജോലി തന്നെയാണ്. ഈ ഇത്ര നാളുമായിട്ട് ഭാര്യയുടെ എടുക്കുന്ന എന്തെങ്കിലും മുദ്രകൾ നമുക്ക് പഠിക്കാൻ പറ്റിയോ? അതിനകത്തിരിക്ക് തോന്നണേ കൽപ്പ് മുദ്രകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അതാണല്ലോ നമ്മുടെ ഒരു അവസ്ഥ. ഇടയ്ക്ക് കൊച്ചി മുഷ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു മുദ്ര. അതെ അതെ അതെ, നമുക്കൊരു പുതിയ അറിവ് കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ ഈ 52 മുദ്രകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. ഞങ്ങളിവിടുത്തെ ആസ്ഥാന ഡാൻസറായ ബിജുക്കുട്ടിന് 52 വയസ്സായിട്ട് ഈ 52 മുദ്രയെ പറ്റി അറിയില്ല എന്ന് പറയുന്നത് തന്നെ. ഒരു വയസ്സിൽ ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതിയായിരുന്നു. അതെ അതെ, ഒരു വയസ്സിൽ ഓരോ വയസ്സിൽ ഓരോന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 10 വർഷം എടുത്താലും ഈ 52 പേര് പറയാൻ പറ്റൂല. അതൊക്കെ ഒരു കഴിവ്, ദൈവം കൊടുക്കുന്ന ഒരു സിദ്ധിയാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അവള് ഒന്നും അറിയുന്നില്ല. ഇല്ല, അവള് വീണ്ടും വേറെ മുദ്രകൾ പഠിക്കുക, റെക്കോർഡ്സിലേക്ക് കടക്കുകയാണ്. അപ്പം എന്തായാലും രണ്ടുപേരും ഒരുപാട് റെക്കോർഡ്സുകളൊക്കെ തകർത്തു വാരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിറഞ്ഞ കയ്യിലൂടെ നമുക്ക് യാത്ര അയക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.